അഭിഷേക് ബാനർജിക്കെതിരായ ആക്രമണത്തിന് പിന്നാലെ പശ്ചിമ ബംഗാളിൽ തൃണമൂൽ ബി.ജെ.പി പോര് സിപിഐഎം 34 വർഷം ഭരിച്ചപ്പോൾ പോലും ഇതുപോലൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് വിശേഷിപ്പിച്ച മമതാ ബാനർജി അഭിഷേകിന് കിടത്തി ചികിത്സ നിഷേധിക്കാൻ ബി.ജെ.പി ആശുപത്രികൾക്കുമേൽ സമ്മർദ്ദം ചെലുത്തിയതായി ആരോപിച്ചു. തൃണമൂൽ ലോക്സഭാ ചീഫ് വിപ്പ് കല്യാൺ ബാനർജിക്ക് നേരെയും ആക്രമണമുണ്ടായി. അതിനിടയിൽ മമത ആശുപത്രി അധികൃതരെ ഭീഷണിപ്പെടുത്തിയെന്ന് ആരോപിച്ച ബി.ജെ.പി വീഡിയോ പുറത്തുവിട്ടു. ആക്രമണത്തിൽ 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ സംഘർഷത്തിൽ കൊല്ലപ്പെട്ട തൃണമൂൽ പ്രവർത്തകൻ സഞ്ജു കർമ്മക്കാരുടെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കാനുള്ള യാത്രക്കിടെ അഭിഷേക് ബാനർജിക്ക് നേരെയുണ്ടായ ആക്രമണമാണ് പുതിയ വിവാദത്തിന് വഴി തുറന്നത്. ആദ്യം കാറിലും പിന്നീട് ഇരുചക്ര വാഹനത്തിലും യാത്ര ചെയ്ത അഭിഷേകിനെ ആൾക്കൂട്ടം കയ്യേറ്റം ചെയ്യുകയും കല്ലും വടിയും ഉപയോഗിച്ച് ആക്രമിക്കുകയുമായിരുന്നു. ആദ്യം കൊൽക്കത്തയിലെ അപ്പോളോ ആശുപത്രിയിലും പിന്നീട് ബെൽവ്യൂ ആശുപത്രിയിലും പ്രവേശിപ്പിച്ച അഭിഷേകിന് കിടത്തി ചികിത്സ അനുവദിച്ചില്ല. ബി.ജെ.പി പ്രവർത്തകരുടെ സമ്മർദ്ദത്തിന് ഡോക്ടർമാർ വഴങ്ങിയെന്നാണ് തൃണമൂൽ ആരോപണം. അഭിഷേകിന്റെ കണ്ണ് തകർക്കാൻ ബി.ജെ.പി പ്രവർത്തകർ ശ്രമിച്ചതായും മമതാ ബാനർജി ആരോപിച്ചു. 35 വർഷത്തിനടുത്ത് സിപിഐഎം അധികാരത്തിലുണ്ടായിരുന്നപ്പോൾ ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നും മമത. Even CPM was in power about 35 years. Anything happened like this? They have become inhuman. It's a brutality. Murder of democracy, you forget. Now even people cannot get the treatment. So we have decided just now with saline, with doctors. അഭിഷേകിന് നേരെയുണ്ടായ ആക്രമണത്തിൽ പാർട്ടിക്ക് ബന്ധമില്ലെന്ന നിലപാടിലാണ് ബി.ജെ.പി. ആശുപത്രി അധികൃതരോട് മമത കയർക്കുന്ന വീഡിയോയും പുറത്തുവന്നു. മമത ആശുപത്രി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയെന്ന് ബി.ജെ.പി ആരോപിച്ചു. അഭിഷേകിന് പിന്നാലെ തൃണമൂൽ ലോക്സഭാ ചീഫ് വിപ്പ് കല്യാൺ ബാനർജിക്ക് നേരെയും ആക്രമണമുണ്ടായി. ഹൂഗ്ലിയിലെ ചണ്ഡിത്തല പോലീസ് സ്റ്റേഷന് മുൻപിൽ വെച്ച ബി.ജെ.പി പ്രവർത്തകരും തൃണമൂൽ പ്രവർത്തകരും തമ്മിലുണ്ടായ സംഘർഷത്തിലാണ് കല്യാൺ ബാനർജിക്ക് തലയ്ക്ക് പരിക്കേറ്റത്. ആക്രമണത്തെ അപലപിച്ച മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും നിയമവ്യവസ്ഥ പൂർണ്ണമായും തകർന്നതായും ജനാധിപത്യത്തെ ബി.ജെ.പി കശാപ്പ് ചെയ്യുകയാണെന്നും ആരോപിച്ചു. ആക്രമണത്തെ അപലപിച്ച് രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും ഹേമന്ത് സോറനും രംഗത്തുവന്നു. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.